ഹായ് ഓൾ, നമ്മൾ നോൺ ലിവിങ് ഇൻക്ലൂഷനായിരുന്നു പറഞ്ഞത്. അതിലെ തേർഡ് കാറ്റഗറിയാണ് വേസ്റ്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. ഇത് തന്നെ നൈട്രജൻ കണ്ടെയ്നിങ് ഉണ്ട്, അതുപോലെ നോൺ നൈട്രോജീനസ് ആയിട്ടുള്ള വേസ്റ്റ് പ്രോഡക്ട്സും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് നൈട്രോജീനസ് നോക്കാം. അതിൽ വരുന്നതാണ് ആൽക്കലോയിഡ്സ്. ദേ ആർ നൈട്രജൻ കണ്ടെയ്നിങ് ബേസിക് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ദേ ആർ പ്രസൻറ്റ് ഇൻ ദി മെമ്പേഴ്സ് ഓഫ് സം ഫാമിലീസ്. എക്സാമ്പിളാണ് സൊളനേസി എന്ന് പറയുന്നത് മുളകൊക്കെ വരുന്ന ഫാമിലിയാണ്. ദെൻ പെപ്പാവറേസിയെ, they are thought to be the end product of nitrogen metabolism. ആൻഡ് അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ഇഫക്ട്സും ഉണ്ട്, അതുപോലെ ഹാംഫുൾ ഇഫക്ട്സും ഉണ്ട്. സം ഓഫ് ദം ആർ ടോക്സിക് ആൻഡ് സം ഓഫ് ദം ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. Alkaloids have immense use in medicine and industry. However, their specific function in plant is not definitely known. അതായത് പ്ലാന്റിന് ഇതിനെ കൊണ്ട് വലിയ യൂസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ദേ കംസ് അണ്ടർ ദ കാറ്റഗറി എർഗാസ്റ്റിക് സബ്സ്റ്റൻസ്. അവർക്ക് പ്ലാന്റിലുള്ള റോൾ എന്താണെന്ന് അറിയില്ല, പക്ഷെ അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് കുറച്ച് യൂസസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് മെനി ഓഫ് ദം ക്യാൻ ക്യൂർ സം ഹ്യൂമൻ ഇൽനെസ്. എക്സാമ്പിൾ എട്രോപ്പിനാണ്. എട്രോപ്പ ബെലഡോണ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഒരു ആൽക്കലോയിഡാണ്. ആൻഡ് ദേ ആർ യൂസ്ഫുൾ ഫോർ ക്യൂറിങ് പെയിൻസ്, സ്വെല്ലിങ്, അതായത് വേദനയും നീരൊക്കെ വന്നാൽ ഈ എട്രോപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ വേറൊന്നാണ് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും, സിങ്കോണിൻ. സിങ്കോണിൻ എന്ന് പറയുന്നത് സിങ്കോണ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ബാർക്കിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആൽക്കലോയിഡാണ്. ആൻഡ് ദേ ആർ യൂസ്ഫുൾ ടു ക്യൂർ മലേറിയൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മോർഫിൻ പോപ്പി പ്ലാന്റ്സ് നിന്ന് കിട്ടുന്നതാണ്. ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ അനസ്തെറ്റിക്. ഇനി സം അതർ ആൽക്കലോയിഡ്സ് എക്സാമ്പിളാണ് നിക്കോട്ടിൻ ഫ്രം ടൊബാക്കോ. ടൊബാക്കോയിൽ നിന്ന് കിട്ടുന്നതാണ് നിക്കോട്ടിൻ. ഈ സിഗരറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കഫെയിൻ നമ്മളൊക്കെ ഫെമിലിയർ ആണ്. കോഫിയിൽ നിന്നും ടീയിൽ നിന്നും കിട്ടുന്ന ആൽക്കലോയിഡാണ്. ദെൻ സ്ട്രിക്നിൻ കാഞ്ഞിരത്തിനൊക്കെ ഉണ്ടാവുന്നതാണ്. സ്ട്രിക്നിൻ ഫ്രം നെക്സ്ഫോമിക്ക. സോ ഇതൊക്കെ ആൽക്കലോയിഡ്സിന് എക്സാമ്പിളാണ്. ഇനി നോൺ നൈട്രോജിനസ് ആയിട്ടുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ആണ് പറയുന്നത്. അതിൽ എക്സാമ്പിളായിട്ട് ഒത്തിരി ഉണ്ട്. ഗംസ് ഉണ്ട്, റെസിൻസ് ഉണ്ട്, മ്യൂസിലേജ് ഉണ്ട്, ടാനിൻസ് ഉണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് ആസിഡ്സ് ഉണ്ട്, അതുപോലെ വോളറ്റൈൽ ഓയിൽസ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്, ദെൻ മിനറൽ ക്രിസ്റ്റൽസ്. ഇത്രയും കാര്യങ്ങൾ ഇത് നോൺ നൈട്രോജിനസ് വേസ്റ്റ് മെറ്റീരിയലിൽ വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഗംസ് നമുക്കൊക്കെ അറിയാം, പശ അല്ലേ. നാച്ചുറലായിട്ട് ഗംസ് ഒബ്റ്റെയിൻ ചെയ്യും പ്ലാന്റ്സിൽ നിന്ന്. നാച്ചുറൽ ഗംസ് ആർ ഹൈഡ്രോഫിലിക് പോളിസാക്കറൈഡ്സ് ഇൻസോല്യൂബിൾ ഇൻ ആൽക്കഹോൾ. അതായത് ഈ ഗം എന്ന് പറയുന്നത് വാട്ടറിൽ മാത്രമായിരിക്കും സോല്യൂബിൾ ആവുക. ബാക്കിയുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ഈതർ, അസറ്റേറ്റ് അതിലൊക്കെ ഇൻസോല്യൂബിൾ ആയിരിക്കും. ഓക്കെ, ബട്ട് ജനറലി സോല്യൂബിൾ ഓർ ഡിസ്പേഴ്സിബിൾ ഇൻ വാട്ടർ. They occur as a exudate from the stems and twigs of several trees and shrubs of tropical areas and was phycocolloids in algae. ആൽഗയിൽ നിന്നും ഗമ്മ് പ്രസൻ്റ് ആണ് ചില ആൽഗേസിലും. അതുപോലെ ട്രീസിൻ്റെയും ഷ്രബ്സിൻ്റെയും ചില പ്ലാന്റ്സിൻ്റെ ഒക്കെ ബാർക്കിൽ നിന്ന് ഇങ്ങനെ എക്സ്യൂഡേറ്റ് ചെയ്ത് ഗമ്മ് പുറത്തോട്ടേക്ക് വരുന്നത് കാണാൻ പറ്റും. ഞാനിവിടെ ഗമ്മിൻ്റെ ആ ഒരു ബാർക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഗമ്മിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ട്വിഗിൻ്റെ മേലെ പുറത്തോട്ടേക്ക് ഇങ്ങനെ ഗമ്മ് ഊസ് ഔട്ട് ചെയ്ത് വന്ന് നിൽക്കുന്നത്. സോ ഇങ്ങനെ ചില പ്ലാന്റ്സിൻ്റെ മേലെ നമുക്ക് കാണാൻ പറ്റും ഗമ്മ് ഇങ്ങനെ പറ്റി പിടിച്ചെടുക്കുന്നത്. ഓക്കെ, they differ from natural resins in chemical composition and soluble properties. അതായത് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന റെസിൻസ് ആണ്, നോൺ നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽ. അപ്പം അതിലും ഗമ്മും തമ്മിൽ കാണാൻ ഏകദേശം ഒരുപോലെ ആയിരിക്കും, പക്ഷേ അവരുടെ സോലുബിലിറ്റിയും അതുപോലെ കെമിക്കൽ കമ്പോസിഷനും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ദെൻ ഗമ്മ് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. they can swell in water to form a viscous mass. അതായത് ഒരു പശ പോലെ ഒരു വഴുവഴുത്തൊരു വിസ്കസ് മാസ്സായിട്ട് ഫോം ചെയ്യും വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട്. ദെൻ ഗം ഈൽഡ് ചെയ്യുന്ന പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഗം കിട്ടുന്നത് ഗം അറാബിക്കയിൽ നിന്നാണ്.
ഓക്കെ. ദെൻ വേറെ ചില പ്ലാന്റ്സിനൊക്കെ എക്സാമ്പിളാണ് എക്കാഷ്യ അറാബിക്ക, എക്കാഷ്യ മോഡസ്റ്റ, എക്കേഷ്യ സെനഗാൾ. ഇതിൽ നിന്നൊക്കെ ഗം ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് റെസിൻസ്, ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നോൺ നൈട്രോജീനിയസ് വേസ്റ്റ് പ്രോഡക്റ്റ്. ഇതും ഒരു അമോഫസ് മിക്സ്ചറാണ്. എന്തിൻ്റെ? കാർബോക്സിലിക് ആസിഡ്, എസെൻഷ്യൽ ഓയിൽസ്, ടെർപീൻസ് ഇവർ കൂടിയ ഒരു അമോഫസ് മിക്സ്ചറാണ്. ദേ ഓൾസോ ഒക്കെ ആസ് എ എക്സ്യൂഡേറ്റ് ഓൺ ദ ബാർക്ക് ഓഫ് മെനി സ്പീഷീസ് ഓഫ് ട്രീസ് ആൻഡ് ഷ്രബ്. ഓക്കെ, പിക്ചറിൽ കാണാൻ പറ്റും. ഇങ്ങനെ ബാർക്കിൽ നിന്നൊക്കെ എക്സ്യൂഡ് ചെയ്തിട്ടും ആണ് കാണാൻ പറ്റുന്നത്. ഗമ്മ് പോലെ ഇല്ല, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. They are hard and glassy, combustible and electrically non-conductive. നോക്കൂ, ഒരു ഹാർഡായിട്ടാണ് ഈ എക്സ്യൂഡേറ്റ് ആണെങ്കിലും അവർ നമ്മൾ തൊട്ടാലൊന്നും അങ്ങനെ ഇതാവില്ല, ഹാർഡായിട്ടാണ് നിൽക്കുക. അതുപോലെ ഗ്ലാസിയാണ് കാണാൻ അല്ലേ, ഒരു ഗ്ലാസി ആയിട്ടാണ്, ഇലക്ട്രിക്കലി നോൺ കണ്ടക്റ്റീവ് ആണ്. ദെൻ ടർപ്പൻറ്റൈന് മേജറായിട്ട് വാർണിഷൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടർപ്പൻറ്റൈൻ്റെ മേജർ സോഴ്സ് എന്ന് പറയുന്നത് റെസിൻസ് ആണ്. മോസ്റ്റ് ഓഫ് ദം ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഗം എങ്ങനെയായിരുന്നു? ദേ ആർ സോലുബിൾ ഇൻ വാട്ടർ ബട്ട് നോട്ട് സോലുബിൾ ഇൻ അതർ ഓർഗാനിക് കോമ്പൗണ്ട്. ബട്ട് റെസിൻസ് എങ്ങനെയാണ്? ഇൻസോലുബിൾ ആണ് വാട്ടറിൽ, പക്ഷെ ബാക്കി ഓർഗാനിക് കോമ്പൗണ്ട്സ് അതായത് ആൽക്കഹോൾസിൽ, ഈതേഴ്സിൽ, കാർബൺ ഡൈസൾഫേറ്റിലൊക്കെ സോലുബിൾ ആണ്. ആൻഡ് ദ ബെസ്റ്റ് നോൺ റെസിൻസ് ആർ റോസിൻസ് ആൻഡ് ടാനിൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം കോണിഫറസ് ട്രീസ്. കോണിഫറസ് ട്രീസിൽ നിന്ന് കിട്ടുന്നതാണ്. ദേ ഹാവ് ഹൈ ആസിഡ് കണ്ടൻറ്റ്. കോണിഫറസ് ട്രീസ് എന്ന് പറയുന്നത് ജിംനോസ്പേമിൽ വരുന്നതാണ്. അതായത് ഫ്ലവർ ചെയ്യില്ല, സീഡ് മാത്രം ഉണ്ടാവുന്ന ട്രീസ് ഉണ്ട്, ജിംനോസ്പേം. എക്സാമ്പിളാണ് പൈനസ്. സം അതർ റെസിൻസ് ഇൻക്ലൂഡ് ഡാമർ, ഗൗരി, കോങ്കോ, മാസ്റ്റിക്, സാൻഡ് ആർക്ക്, കോപ്പാൽ. ഇതൊക്കെ ഇതുപോലുള്ള റെസിൻസിന് എക്സാമ്പിളാണ്. ഈ കോപ്പാൽ എന്നൊക്കെ പറയുന്നത് ഹൈലി ആരോമാറ്റിക് ആണ്, നല്ല പ്ലസൻസ്, ഒരു സെൻറ്റഡ് ആയിട്ടുള്ള റെസിനാണ്. അതിങ്ങനെ തീയിലിട്ടാൽ നല്ല സ്മെല്ല് വരും. ദെൻ കാനഡ ബാൾസം, അബിസ് ബാൾസാമിയ എന്ന് പറയുന്ന ഒരു ട്രീന്ന് കിട്ടുന്നതാണ്. അതും ഒരു ജിംനോസ്പേമാണ്. ഈ കാനഡ ബാൾസം നമ്മൾ പഠിക്കും, നമുക്ക് പ്രാക്ടിക്കലിനൊക്കെ ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കാനഡ ബാൾസം, ആ ഒരു റെസിന്. ദെൻ ഇൻ പൈൻസ് റെസിൻസ് ആർ സെക്രീറ്റഡ് ബൈ എ ലെയർ ഓഫ് സെക്രീറ്ററി സെൽസ് സറൗണ്ടിങ് ദി റെസിൻ ഡക്റ്റ് ഓഫ് ലീവ്സ് ആൻഡ് സ്റ്റെം. പൈനസ് ജിംനോസ്പേമിൽ വരുന്നതാണ്. അവരുടെയൊക്കെ കേസിൽ കണ്ടോ, ഇതാണ് പൈൻ മരം. നിങ്ങൾ ഊട്ടിയിലൊക്കെ പോയാൽ ഒരുപാട് കാണാൻ പറ്റും. കാറ്റാടി മരം പോലൊക്കെ തന്നെ കാണാൻ, നല്ല വ്യത്യാസം, കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാലും ഇതാണ് പൈൻ ഫോറസ്റ്റ് ഒക്കെ ഊട്ടിയിൽ പ്രസൻ്റ് ആണ്. ആ പൈനിൽ നിന്ന് റെസിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ, നമ്മുടെ റബ്ബറിൽ നിന്ന് അവരുടെ ലാറ്റക്സ് ഒക്കെ എടുക്കുന്നത് പോലെയാണ് റെസിൻസും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ? ഇനി പൈനിൻ്റെ കേസിൽ ഒരു ഡക്റ്റ് ഉണ്ടാവും. ആ ഡക്റ്റിന് ചുറ്റുമായിട്ട് റെസിൻ സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ഉണ്ടാവും. അവരെന്ത് ചെയ്യും? ആ ഡക്റ്റിലോട്ടേക്ക് ഇതിനെ സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി അടുത്തതാണ് ടാനിൻസ്. ടാനിൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെറൈവ്ഡ് ഫിനോളിക് കോമ്പൗണ്ട് വൈഡ്ലി ഫൗണ്ട് ഇൻ നട്ട് ഗാൾസ്, ട്രീ ബാർക്ക് ആൻഡ് അതർ പ്ലാന്റ് പാർട്സ്. അതായത് ഇവർ ഏറ്റവും കൂടുതൽ കാണുന്നത് നട്ട് ഗാൾസിലാണ്. ഇത് ഗോൾനട്ട്, ഇതാണ് ആ പ്ലാന്റ്, ഇവരിൽ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതുപോലെ ചില പ്ലാന്റിൻ്റെ ബാർക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്, വേറെ പ്ലാന്റ് പാർട്സ് എന്നൊക്കെ കിട്ടുന്നുണ്ട്, ബെറീസ് എന്നൊക്കെ കിട്ടുന്നുണ്ട്. ദേ ആർ നോൺ ടു ബി എ ഗാലിക് ആസിഡ് ഡെറിവേറ്റീവ് ക്യാരക്ടറൈസ്ഡ് ബൈ ദെയർ എബിലിറ്റി ടു precipitate proteins. ഫ്രം നട്ട് ഗോൾസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു പ്ലാന്റ് ആണ്. ദേ ആർ ബിലീവ് ടു ബി കാർസിനോജൻ, അതായത് ടോക്സിക് ആണ്, ക്യാൻസർ കോസിങ് ആണ്. പക്ഷേ എല്ലാ ടാനിൻസും ക്യാൻസർ കോസിങ് അല്ല, ടോക്സിക് അല്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടീയിലും കോഫിയിലും ബെറീസിലുമൊക്കെ ടാനിൻസ് പ്രസൻ്റ് ആണ്. അവരൊക്കെ നോൺ ടോക്സിക് ആണ്, കാരണം നമ്മൾ കൺസ്യൂം ചെയ്യുന്നതല്ലേ. ദെൻ 2 ടൈപ്പാണുള്ളത്. ഒന്ന് കണ്ടൻസ്ഡ് ടാനിൻസും പ്രസൻ്റ് ആണ്, രണ്ടാമത്തത് ഹൈഡ്രോലൈസബിൾ ടാനിൻസും പ്രസൻ്റ് ആണ്. കണ്ടൻസ്ഡ് ടാനിൻസ് കാറ്റക്കോൾ ഈൽഡ് ചെയ്യും, അത് ഒരു ടൈപ്പ് കെമിക്കലാണ്. ദെൻ ഹൈഡ്രോലൈസബിൾ ടാനിൻസിൽ നിന്ന് പൈറോഗലോലാണ് ഈൽഡ് ചെയ്യുക. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്.
ഇനി ഇതൊക്കെ എക്സാമ്പിൾസിനാണ്. ഗ്രേപ്പിൽ ടാനിൻസ് പ്രസൻ്റ് ആണ്. Their presence in the cell wall of dead tissues such as hardwood provide protection from attack of insect. അതായത് പ്ലാന്റിന് ഇവരെ കൊണ്ടുള്ള മെയിൻ യൂസ് ഈ ബാർക്കിലൊക്കെ ടാനിൻസ് പ്രസൻ്റ് ആണെങ്കിൽ പുറത്തു നിന്ന് ഈ ഇൻസെക്റ്റും അതുപോലെ ഫംഗസും അത് ബാക്ടീരിയ ഒക്കെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഇവരെ റെസിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. ടാനിൻസ് ഹാവ് എ ബിറ്റർ ടേസ്റ്റ് ആൻഡ് ദേ പ്രസൻറ്റ് ഇൻ ടീ ലീവ്സ് മേക്ക് ദ ഡിക്കോഷൻ ബിറ്റർ. അതായത് നമ്മൾക്ക് മനസ്സിലാവും ചായയിൽ കടുപ്പം കൂട്ടിയാൽ അതിനൊരു കയ്പ്പ്, ഒരു ബിറ്റർ ടേസ്റ്റാണ് ഉണ്ടാവുക. അതിന് കാരണം ഈ ഒരു ടാനിൻ്റെ പ്രസൻസാണ്. വെൻ മിക്സ്ഡ് വിത്ത് സം അയോൺ സാൾട്ട് ടാനിൻ ഈൽഡ് ഇങ്ക്. അതായത് ഇങ്ക് ഇൻഡസ്ട്രിയിലാണ് ടാനിൻ മെജോറിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇങ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദേ യൂസ് ഇൻ ടാനിൻ ഹൈഡ്സ് ഈസ് വെരി വെൽ നോൺ. They also form important constituent of some medicines. അടുത്ത ടൈപ്പാണ് മ്യൂസിലേജ്. മ്യൂസിലേജ് എന്ന് പറയുന്നത് ഒരു ജലാറ്റിനസ് പ്ലാന്റ് പ്രോഡക്റ്റാണ്, കൺസിസ്റ്റിംഗ് ഓഫ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഡെറിവേറ്റീവ്. നമ്മുടെ മാൽവേസിയ പ്ലാന്റ്സിലൊക്കെ കാണും. അതായത് ചെമ്പരത്തി, കുറുന്തോട്ടി. നമ്മൾ ചെമ്പരത്തിയുടെ ലീഫൊക്കെ ഒന്ന് അല്ലെങ്കിൽ സ്റ്റെമ്മൊക്കെ ഒന്ന് സ്ക്യൂസ് ചെയ്താൽ അതിൽ നിന്ന് ഒരു മ്യൂക്കസ് വരും. അതാണ് മ്യൂസിലേജ്. നമ്മൾ താളിയൊക്കെ ആയിട്ട് ഹെയർ മാസ്ക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗാലക്റ്റാൻ പോളിമർ. അതായത് ഗാലക്ടോസ് കൂടി ചേർന്നുണ്ടാവുന്ന പോളിമറാണ്. വിച്ച് ക്യാൻ സ്വെൽ ആൻഡ് ഫോം എ സ്ലൈമി സൊല്യൂഷൻ ബൈ അബ്സോർബിങ് വാട്ടർ. ഒരു സ്ലൈമിയാണ് അല്ലെങ്കിൽ ഒരു പശ പോലെയുള്ള ഒരു സൊല്യൂഷനാണ് അത് ഫോം ചെയ്യുക. ഇറ്റ് പ്രൈമർലി സെർവ്സ് ടു സ്റ്റോർ വാട്ടർ or it function as a protective covering to prevent desiccation. അതായത് നമ്മൾ ഈ പായലിൻ്റെ ഒക്കെ മേലെ മ്യൂസിലേജ് പ്രസൻ്റ് ആയിരിക്കും. ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ഒക്കെ സർഫസിൽ ഇങ്ങനെ മ്യൂസിലേജ് പ്രസൻ്റ് ആയിരിക്കും. ഒരു വഴുവഴുപ്പായിരിക്കും. അതിന് കാരണം അവരെ ഡെസിക്കേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹോട്ട്നെസ്സിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ചില പ്ലാന്റ്സിൽ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിലേജ് പ്രസൻറ്റ് ചെയ്തിരിക്കും. നമ്മൾ പറഞ്ഞു അവർ വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു സ്ലൈമി മാസ്സായിട്ട് നിൽക്കും. ഇനി ഇത് മ്യൂക്കസിന് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്താണ്. ഇൻ ജനറൽ മോസ്റ്റ് പ്ലാന്റ് മ്യൂസിലേജ് ആർ ഇൻസോലുബിൾ ഇൻ ആൽക്കഹോൾ ബട്ട് സം മേ ബി പാർട്ട്ലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് മ്യൂസിലേജ് and alcohol. Then mucilages such as agar, algin, carrageenan ഇതൊക്കെ ആൽഗയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. അഗർ, ആൽഗിൻ, കെരാഗ്രീൻ ഒക്കെ ദ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം മറൈൻ ആൽഗെ ബൈ ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഈ അഗറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ടിഷ്യൂ കൾച്ചറിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അഗർ. The occurrence of mucilage ducts or cavities is common in many families such as Malvaceae, Sterculaceae, Tilaceae. Malvaceae എന്ന് പറയുന്നത് ചെമ്പരത്തിയുടെ ഫാമിലിയാണ്. ചെമ്പരത്തി, കുറുന്തോട്ടി, കോട്ടൺ ഇതൊക്കെ വരുന്നതാണ്. Sterculaceae എരുക്കൊക്കെ വരും. In Sterculia urens, ducts are seen in the cortex and pith of the stem, in the petiole and midveins of the leaf, and in the cortex, phloem parenchyma and xylem parenchyma of the root. അവരുടെ മ്യൂസിലേജ് ഡക്ട്സ് എവിടെയൊക്കെയാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. ദെൻ റൂമക്സ് ആൻഡ് റിയം ഇവരുടെ ട്രൈക്കോംസിൽ, ലീഫ് ട്രൈക്കോംസിൽ മ്യൂസിലേജ് പ്രസൻ്റ് ആണ്. ട്രൈക്കോംസ് എന്ന് പറയുന്നത് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. ഇതിൻ്റെ ഈ മ്യൂസിലേജ് സെക്രീറ്റ് ചെയ്യുന്നത് ഗോൾഗി വെസിക്കിൾസിൽ നിന്നായിരിക്കും. ഓക്കെ.